ഇത് കണ്ടത് കുഞ്ഞിപ്പഴം നമ്മുടെ ഇതിലുണ്ടായതാ, വാഴയിലുണ്ടായതാ കുഞ്ഞിപ്പഴമാ. അതും കഴിക്കാം, ഈന്തപ്പഴവും കഴിക്കാം, ഈ മാതളവും കഴിക്കാം. അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല, പറ്റത്തില്ല. ഒരെണ്ണം അമ്മ പൊളിച്ചു തരാം. എന്നാ ഇത് വെച്ച് ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കി തരട്ടെ? വേറൊരു സാധനം. ഓക്കെ, ഡൺ. കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കി തരാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ്. പഴത്തിൻ്റെ വലിപ്പം കണ്ടാലും അതിശയിക്കേണ്ട, വളരെ ചെറിയ പഴമാണ് ഇത്. 2 കവർ പാല് തണുത്തത്. ഇത് ആ പഴം പൊളിച്ചു വെച്ചിരിക്കുകയാണ്. ഈന്തപ്പഴമുണ്ട്. ഈന്തപ്പഴവും പഴമൊന്നും വെറുതെ കൊടുത്താൽ 2 മക്കളും കഴിക്കില്ല. പിന്നെ ഇത് കുറച്ച് ബദാമാണ്. ഇത് കുറച്ച് ഏലക്കയുടെ ഉള്ളിലെ കുരുവാണ് കേട്ടോ, തൊലി കളഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ മിക്സിയിലേക്ക് ഇടുന്നു. മിക്സിയിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അടിച്ചാൽ അത് റെഡി ആയിക്കോളും. പക്ഷേ ആദ്യമേ പാലിടുന്നില്ല ഞാൻ. ഇന്ന് നമ്മുടെ ചേരുവകളെല്ലാം കൂടെ അങ്ങ് ഇടുവാണ്. ഞാൻ വളരെ കുറച്ചേ പഞ്ചസാര ഇതിൽ ഉപയോഗിക്കുകയുള്ളൂ. കാരണം ഈന്തപ്പഴം ഉണ്ടല്ലോ, ഈന്തപ്പഴത്തിന് നല്ല മധുരമുണ്ട്. ഇങ്ങനെയൊക്കെ മക്കളുടെ ഉള്ളിലോട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണപ്രദമായ സാധനങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ മുഴുവൻ കഴിക്കുന്നത് അവർക്കിഷ്ടമുള്ള സാധനങ്ങളാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാനും വായിക്ക് രുചിയുള്ളത് മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാനതങ്ങനെ ഒരുമിച്ച് മിക്സിയിൽ അടിച്ചെടുത്തു. കുറച്ച് ബാക്കിയുള്ള പാലിരിക്കുവാണ്, അത് അവസാനം ചേർക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുവാണ്. അവസാനം ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഇതേ സ്വാദിഷ്ടമായ ഷാർജ ഷേക്ക്, ഷാർജ എന്നല്ല, സോറി, നമ്മുടെ ഡേറ്റ്സ്, ബദാം, ബനാന ഷേക്ക് എല്ലാം കൂടെ മിക്സ്ഡാണ്. അപ്പോൾ അത് നമ്മൾ 4 ഗ്ലാസ്സിലായിട്ട് വെച്ചു. ഇനി മക്കളെ വിളിക്കണം. മക്കൾക്ക് ഇഷ്ടാവോ എന്തോ, കടയിൽ ചെല്ലുമ്പോഴൊക്കെ അവർക്ക് ഇഷ്ടം. കൊള്ളാവോ? അപ്പൊ 2നും പഴവും ഈന്തപ്പഴവും ഒക്കെ തന്നാൽ അതൊറ്റയ്ക്ക് കഴിക്കാൻ മതി. ഇങ്ങനെ പറ്റുമല്ലേ? ഇഷ്ടായോ? എന്നാ കുടിച്ചോ.